ഹലോ ഗെയ്സ്, ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ് ഒരു നോമ്പ് തുറ വിശേഷങ്ങളുമായി. ഇന്ന് നമുക്കൊരു നോമ്പ് തുറണ്ട്, സ്ഥലം പെരിന്തൽമണ്ണ. അപ്പോൾ പെങ്ങളെ വകയാണ്. അപ്പോൾ അവിടേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാര്യവട്ടത്തേക്ക് കുട്ടികളൊക്കെ വരുന്നുണ്ട് പറഞ്ഞപ്പോൾ ഐശുവിന് എൻ്റെ ഒപ്പം പോരണം പറഞ്ഞു. അപ്പോൾ അവളെ കാത്തിങ്ങനെ നിൽക്കുകയാണ് കാര്യവട്ടത്തിൽ. കുറച്ച് കഴിഞ്ഞപ്പോൾ പെങ്ങളെത്തി. പെങ്ങളും ഓലൊക്കെ പാടൊരു കാറിൽ പോന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഐശുവിനെ അതിന് സൈഡാക്കി ഇറക്കി. അപ്പോൾ പെണ്ണുങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ മൂന്നാളും പോയിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ ഞങ്ങൾ പെരിന്തൽമണ്ണ എത്തി. പെരിന്തൽമണ്ണ ബൈപ്പാസിൽ ഇങ്ങനെ ആ പ്രകൃതി ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചു കൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഏകദേശം അവിടെ എത്തി. അപ്പോൾ എത്തിയ പാടെ ലാലു റാഷിയൊക്കെ എപ്പോഴോ പോസ്റ്റ് അയക്കണം. പെങ്ങൾ വണ്ടിയൊക്കെ നിർത്തി ഇറങ്ങി. അവള് ഇതൊക്കെ എടുത്ത് ഇറങ്ങി. ഐഷൊക്കെ ഉണ്ട് അവിടെ. ഐഷൊക്കെ അന്തം മുട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് പരിപാടി. ടൈം റെസ്റ്റോറൻറ്റ്. എല്ലാവരും അകത്തൊക്കെ കയറാനുള്ള പരിപാടിക്ക് തന്നെ. എന്നിട്ട് അവിടെ അന്തം മുട്ടി നിൽക്കുന്നുണ്ട്. എല്ലാവരും നല്ല കത്തിയടിയിലാണ്. മോനാപ്പിക്ക് എന്തൊക്കെയോ പറയുന്നുണ്ട്, കുഞ്ഞോളെന്തൊക്കെയോ പറയുന്നുണ്ട്. ഇവളാണ് പിന്നെ പരിപാടിയൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. ഫുൾ കൺട്രോൾ ഓടെടുത്താണ്. എല്ലാവരും അതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ കയറാനുള്ള പ്രതീക്ഷയോടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പെങ്ങളെല്ലാവരും ഇങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ട്. പെണ്ണുങ്ങളെന്തോ കണ്ട് അന്തം മുട്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വർത്താനം പറഞ്ഞ് ഇരുന്ന് അകത്തേക്ക് ഇങ്ങനെ ഡോറ് തുറക്കാൻ കാത്തുകൊണ്ടേയിരിക്കണം. അപ്പം നമ്മളൊരു സെൽഫിയൊക്കെ എടുത്തു. ലാലും റാശിയും ഇവരൊക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ റൂവുണ്ട്. ഇങ്ങനെ റൂവൊക്കെ എന്തോ ഒരു ഉഷാറില്ല, എന്തോ ഒരു പോരടിച്ച് നിൽക്കുകയാണ്. എന്തോ പറ്റാത്തതുണ്ട് എന്നാലും ഏകദേശം നമ്മൾ അകത്ത് കയറി. സാധനമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ചോറുണ്ട്, ചിക്കനുണ്ട്, സമൂസ ഉണ്ട്, വയമ്പരി ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, ജ്യൂസ് ഉണ്ട്, പിന്നെ പല സാധനങ്ങളും വെച്ച്. അപ്പോഴാണ് സാനി, ബഷീർ ഇവരൊക്കെ ഇങ്ങനെ ഇവിടെ ഉണ്ട്. അപ്പോഴാണ് അവരെ കണ്ടത്. ഫുള്ള് മാനുണ്ട്. എല്ലാ സെറ്റപ്പിൽ ഇങ്ങനെ കഴിച്ചായിരിക്കണം അവർ. ദിലു അവിടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഏകദേശമൊക്കെ സെറ്റായി. എല്ലാവരും ഫുഡ് കഴിക്കാനിങ്ങനെ ഇരിക്കുകയാണ്. ജ്യൂസൊക്കെ ഓപ്പണായി നോമ്പുറക്കാനുള്ള പരിപാടി. അപ്പോൾ നമ്മളൊരു സെൽഫിയൊക്കെ ഇങ്ങനെ എടുത്ത് പെങ്ങള് കാരൊക്കെ ഇങ്ങനെ റെഡിയാക്കണം നോമ്പുറക്കാൻ. നോമ്പൊക്കെ തുറന്നു. എല്ലാവരും നോമ്പൊക്കെ തുറന്ന് എല്ലാവരും പാടെ ഒപ്പിരുന്ന് കാണാൻ ഭക്ഷണം കഴിക്കുക. അത് രസമല്ലേ? എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐശൊക്കെ നോമ്പില്ല മാതിരി നിൽക്കുകയാണ്. നോമ്പൊന്നുമില്ല. അങ്ങനെ ഫുഡൊക്കെ കിട്ടി. നല്ല അൽഫാമും മന്തി ഇതൊക്കെ ഉണ്ടായിരുന്നു. അൽഫാമൊക്കെ കൂട്ടി നല്ലൊരു പിടുത്തം. എല്ലാവരും തുടങ്ങി. നമ്മൾ തുടങ്ങണുള്ളൂ. അപ്പം ഞാനതൊക്കെ ഇങ്ങനെ പ്ലേറ്റിക്ക് കുറച്ചൊക്കെ ഇട്ട് അതിൻ്റെ സോസൊക്കെ ഒഴിച്ച് അൽഫാമിന്നൊരു പീസൊക്കെ എടുത്ത് നോക്കി. കുഴപ്പമില്ല, ഫുഡൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. അതൊക്കെ അടിച്ച് ഏകദേശം നമ്മൾ അപ്പോൾ ഇതിലൊക്കെ അവൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. മെയിനല്ലേ, വ്ളോഗറാണ്. മുത്തും മാളൊക്കെ നല്ല വെട്ടിലാണ് ഇവിടെ അളിയാക്കിയുണ്ട്. എന്താ ഫുഡ് കഴിക്കലാണ്. ഒരു ചിക്കൻ പീസുമ്പോൾ കടന്ന് മറിയാണ്. എന്താ കാട്ടുന്നൊന്നും ഒരു കൊടുത്തുമല്ല. അപ്പോൾ ഏകദേശം പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പുറത്തൊക്കെ ഇറങ്ങി. പെങ്ങളും ഓലൊക്കെ വണ്ടി തന്നെ ഓല എല്ലാവരും പാടെ കയറ്റി ഓല പറഞ്ഞേക്കാണ്. നമുക്കൊരു ഡ്രസ്സ് എടുക്കാൻ പോകണം കുട്ടികൾക്ക്. അപ്പോൾ അതിന് പെരുന്നവണ്ണക്ക് പോലെ പരിപാടിയാണ്. അപ്പോൾ അവിടെ എത്തി. ഡ്രസ്സ് എടുക്കാറുണ്ട്. ഭയങ്കര ചൊറല്ല പരിപാടി. എത്ര നേരം വെയിറ്റ് ചെയ്യണം ഒരു ഡ്രസ്സ് എടുക്കണമെങ്കിൽ. അതായത് ഞാനും ഐശു അവിടെ പോസ്റ്റായി ഇങ്ങനെ ഇരിക്കുകയാണ്. ഓലൊക്കെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം അതൊക്കെ റെഡിയായി. നമ്മൾ കിട്ടി. അവിടെ നിന്ന് ഇറങ്ങി. അവർക്കൊരു ഐസ്ക്രീം കഴിക്കണം പറഞ്ഞു. അപ്പോൾ ബൈപ്പാസിൻ്റെ ഒരു കടയിൽ പോയി. അവിടെ ഒരു പാർക്കും ഉണ്ട്. പാർക്കുണ്ടെങ്കിൽ തന്നെ അയ്മനും ഐശൊക്കെ ഊഞ്ഞാലുമ്പൊക്കെ ഇടുമ്പോക്കും പാഞ്ഞ് കഴിച്ചിട്ടായി. അയ്മനെ ഇരിക്കാനും സ്ഥലം കിട്ടിയിട്ടില്ല. അതിൻ്റെ ഒരു ദേഷ്യം മുഖത്തുണ്ട്. ഐശ വെച്ചാൽ ഇറങ്ങി കൊടുക്കില്ല. അവളിങ്ങനെ ആടി. ഇവള് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ സാധനങ്ങളൊക്കെ വന്നു. ലൈം, ഒരു ഐസ്ക്രീം, ഒരു ആവിൽ മിൽക്ക്, ഇതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തിരുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എല്ലാവരും ഐശൊക്കെ നല്ല ഇതിലിങ്ങനെ ടേസ്റ്റ് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫറു ഇങ്ങനെ അന്തം മുട്ട് നിൽക്കുകയാണ്. ഇത് എന്താ കാട്ടുള്ളൂ ആലോചിച്ചു. അപ്പോൾ ഊഞ്ഞാലൊക്കെ ആടി നമ്മൾ